ഒരുപാട് പേര് എന്നെ വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ കാര്യമാണ് പൈനാപ്പിൾ കിച്ചടി എങ്ങനെയാണ് വെക്കുകയെന്ന് ഒന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പം നമ്മളിപ്പോൾ ഒരു പൈനാപ്പിൾ പച്ചടി കിച്ചടി എന്നൊക്കെ പറയും. പൈനാപ്പിൾ പച്ചടി നമ്മൾ വെക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യാത്തവർ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് പങ്കുവയ്ക്കുക. പരിപാടികൾ ഷെയർ ചെയ്യുക. എല്ലാ സഹകരണവും തരിക. നമുക്ക് പൈനാപ്പിൾ പച്ചടിയിലേക്ക് പോവാം. ഇതിന് പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടത് പൈനാപ്പിൾ ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചതാണ്. പൈനാപ്പിൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് കുക്കറിൽ വെച്ചിട്ട് ഒരു അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾ പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഒരു 2-3 വിസിൽ, ഒരു 3 വിസിൽ വന്നതിന് ശേഷം കുക്കറിൽ നിന്ന് ഇത് എടുത്തിട്ട് അതിലൊരു 10%, 1/4 വേണ്ട, അതിലും കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈനാപ്പിൾ ജസ്റ്റ് മിക്സിയിൽ ഒന്ന് കറക്കുക. ഒരുപാട് അരച്ച് കളയരുത്. ഒരൊറ്റ കറക്കം കറക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച ആ കഷ്ണം കൂടി അതിൽ ചേർക്കുക. നമ്മൾ ഈ പച്ചടി വിളമ്പുമ്പോൾ അതിൽ ചെറുതായിട്ട് പൈനാപ്പിളിൻ്റെ ഒരു പീസ് കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ഞാൻ ചെയ്തു വെച്ചതാണിത്. ഇത് തൈര്, തേങ്ങ കടുക് ചേർത്ത് അരച്ചത്. പച്ചടിക്ക് പ്രധാനതാണ് തേങ്ങ കടുക് ചേർത്ത് അരച്ചതാണിത്. കടുക് നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ അളവിനനുസരിച്ച് കുറച്ച് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കടുക് ഇട്ടാൽ മതി. എന്തായാലും കടുകിൻ്റെ രുചി മുന്തി നിൽക്കണം ഇത്. ഇത് ശർക്കര. പലരും പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ശർക്കര ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല നിറം വരിക. അപ്പം ഞാൻ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ഞാൻ എടുത്ത പൈനാപ്പിളിന് തീരെ മധുരമില്ല. എന്താ സീസൺ ആവാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ മധുരം വളരെ കുറവായതുകൊണ്ട് ഞാൻ 2 അച്ചെടുത്തിട്ടുണ്ട്. നല്ല മധുരം വേണം. ഇതൊരു മധുരക്കറിയാണ് സദ്യയിൽ. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ ആരംഭിക്കുന്നു. അവിടെ വിറകൊരൽപ്പം നനഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പുക വല്ലാതെ വരുന്നത്. പൈനാപ്പിൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച പൈനാപ്പിൾ, അതായത് ഒന്നും കൂടി പറയാം, നുറുക്കിയെടുത്ത് ഉപ്പിട്ടിട്ടില്ല, മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ച് അതിൻ്റെ ശേഷം മിക്സിയിലൊന്ന് അടിച്ച്, ഞാൻ പറഞ്ഞല്ലോ അതിന് ലേശം ഭാഗം മാറ്റി വെച്ചിട്ട് അത് രണ്ടാമതിൽ ചേർത്ത് എടുത്ത് വെച്ച സാധനം, സെറ്റ് ചെയ്ത സാധനമാണ് നമ്മളിതിലേക്ക് ഇടാൻ പോകുന്ന ഉരുളിലേക്ക്. പൈനാപ്പിൾ പച്ചടി ആരംഭിച്ചു. ശർക്കര ഞാൻ അതിലേക്ക് ചേർക്കാൻ പോവാണ്. ഇത് വളരെ കുറച്ചേ അളവുള്ളൂ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ശർക്കര മതിയാവും. നമ്മൾ വളരെ കുറച്ച് അളവ് എടുത്തുള്ളൂ. പച്ചടിയൊക്കെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പക്ഷെ നമ്മുടെ സദ്യയെക്കുറിച്ച്, നമ്മുടെ കേരളത്തിലെ സദ്യകളിൽ വിളമ്പുന്ന ഓരോ വിഭവവും സമ്മിശ്രമായ രസങ്ങളുടെ സമ്മിശ്രമായ ഒരു കൂട്ടായ്മയാണ്. അതിൽ ഓരോന്നും, ഇപ്പോൾ പുളിക്കുള്ളത്, പുളി, എരിവ്, മധുരം എല്ലാം ചേർന്ന് കറി തന്നെ മധുരം, അത് വല്ലാത്തൊരു വൈരുദ്ധ്യം ഉണ്ട് ഇതിലൊക്കെ. അപ്പോൾ നമ്മുടെ ദഹനത്തിനൊക്കെ പറ്റിയ രീതിയിൽ, അതുപോലെ ഓലൻ എന്ന് പറയുന്ന കറിക്ക് ഒരു രുചിയുമില്ല പ്രത്യേകിച്ച്, പക്ഷേ എന്നാൽ അതിനൊരു രുചി അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്നൊരു വിഭവങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ കേരളത്തിൻ്റെ സദ്യ എന്ന് പറയുന്നത്. ഇതിങ്ങനെ ആവുന്നുണ്ട്. അത് കഴിക്കേണ്ട രീതികളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ അച്ചാറ്, അതായത് വിളമ്പുന്ന രീതികൾ, അച്ചാറ്, ഈ ആദ്യം വറുത്തപ്പേരി, ശർക്കരപ്പേരി, പിന്നെ അച്ചാറുകൾ, അവിയൽ, കാളൻ, അങ്ങനെ ആ ഒരു വിഭവം വിളമ്പുന്നതിൽ തന്നെ ഒരു പ്രത്യേക രീതിയുണ്ട്. കഴിക്കുന്നതിന് പ്രത്യേക രീതികളുണ്ടെന്നാണ് പറയുന്നത്. എല്ലാം കഴിച്ച് കഴിഞ്ഞ് എല്ലാ കറിയും ചേർത്ത് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രഥമനുകൾ 1-2 പ്രഥമനുകളും കൂട്ടി അതും കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ എണീക്കുമ്പോൾ
ദഹനവും പെട്ടെന്ന് നടക്കുന്നുള്ളതാണ്. അതിനുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇപ്പം ഇഞ്ചിയൊക്കെ, ഈ പുളിയിഞ്ചിയിലൊക്കെ ഇഞ്ചിയൊക്കെ വരുമ്പോൾ ദഹനത്തിനും എല്ലാ സാധനങ്ങളും നമ്മുടെ സദ്യയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചടി കൂടെ പച്ചടി ഇങ്ങനെ ഇത് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന കട്ട ഉടച്ച് വെച്ചിരിക്കുന്ന തൈരാണ് നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. മുഴുവൻ വേണ്ടി വരില്ല, കുറച്ച് മതി. ഇനി അതൊന്ന് വറ്റണം. ശകലെല്ലാം മുപ്പ് ശകല ഇടാവും. നമ്മളടുത്ത് ക്വാണ്ടിറ്റി അനുസരിച്ച് ഞാൻ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ശകലം ശകലം തൈര് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ശർക്കര ഇട്ടതുകൊണ്ടാണ് ഈ കളർ കിട്ടുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ പഞ്ചസാര ആയിരുന്നെങ്കിൽ ഈ കളർ ഇതിന് കിട്ടില്ല. ഒരു വെള്ള നിറം വരുള്ളൂ, ഒരു മഞ്ഞ നിറം വരുള്ളൂ. ഇതൊരു ഇപ്പം റെഡിഷ് കളർ കിട്ടുന്നത് നമ്മൾ ശർക്കര ചേർത്തുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്കിതിൽ തേങ്ങ ചേർക്കേണ്ട പണിയുള്ളൂ. ഇത് ഞാൻ തേങ്ങ അരച്ച് വെച്ചതാണ്. ഇതിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുറി തേങ്ങയാണ്. അരമുറി തേങ്ങ എന്ന് വെച്ചിട്ട് പറയാറുണ്ട്. ഒരു മുറി തേങ്ങ, ഒരു തേങ്ങയുടെ ഒരു മുറിയാണ്. അതിലേക്ക് കടുകും, ഇത്ര സ്പൂണ് കടുകും 1-2 സ്പൂണ് കടുകും ചേർത്ത് അരച്ചതാണ്. അത് ഞാൻ അതിലേക്ക് ഇടാൻ പോവാം. ഇനി ആ തേങ്ങ വല്ലാതെ നമ്മൾ കാളൻ അരയുന്നത് പോലെ അരയേണ്ട കാര്യമില്ല. എന്നാലും അവിയലിന് പോലെ ചതഞ്ഞാലും പോരാ, കാളൻ അരയുന്ന പോലെ അരയണ്ട. ആ ഒരു രീതിയിൽ അത് തേങ്ങയും കടുകും ചേർത്ത് അരച്ചിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ആ തേങ്ങയുടെ പച്ചച്ചു എന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങാം. പച്ചടി ഉണ്ടാക്കാൻ വളരെ വേഗമാണ്, എളുപ്പമാണ്. നമ്മൾ ആ ഇത് അരിയേണ്ട ഒരു സമയവും അത് ഒരു 3 വിസിൽ കുക്കറിൽ വെന്ത് കിട്ടേണ്ട ഒരു സമയവും ഒക്കെ ഉള്ളൂ. നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കടുകും വറ്റൽമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്തൊരു കറിവേപ്പില നമ്മൾ ഇതിലിടാം. എന്നിട്ട് പിന്നെ കടുകും വറ്റൽമുളകും ചേർത്തിട്ട് വറവിട്ടാൽ പച്ചടിയുടെ പണി കഴിയും. ഓക്കെ. നമുക്കിനി അതിൽ കറിവേപ്പില ഇടേണ്ടത്. നമുക്കത് വിഷമടിക്കാത്ത കറിവേപ്പില നമ്മുടെ പറമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് 2 അല്ലി ഞാൻ എടുക്കുകയാണ്. ഒരു മായുമില്ല, വിഷമില്ല, മഴ ആയതുകൊണ്ട് നല്ല കഴുകി വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്കൊന്ന് കഴുകാം. അപ്പോൾ കറിവേപ്പില നമ്മളിതിൽ ഇടാൻ പോവുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കണം. പച്ചടി വാങ്ങി വയ്ക്കണം. നല്ല മഴ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഈ പൈനാപ്പിളിലൊന്ന് പച്ചടിയിലൊന്ന് വറവിടണം. ഇത് വെളിച്ചെണ്ണ, ശകലം വെളിച്ചെണ്ണ, കടുക് പൊട്ടുന്നതിന് മുമ്പ് ഈ വെള്ളം ഇട്ടിട്ടുള്ളൊരു അത് വെള്ളം ഇറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പൊട്ടൽ. കടുകിൻ്റെ മാത്രം പൊട്ടലല്ല, അത് മഴ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പണി ഇത് മുളക് നമ്മൾ വറവ് തിരിക്കിടാൻ പോകും. അങ്ങനെ പൈനാപ്പിൾ പച്ചടിയുടെ പണി പൂർത്തിയായി. പൈനാപ്പിൾ പച്ചടി നമുക്കൊന്ന് രുചിച്ചു നോക്കാം.
രുചിച്ച് നോക്കാൻ ഇവിടെ വേറെ ആളുകളൊന്നുമില്ല, അപ്പോൾ ഞാൻ തന്നെ രുചിച്ച് നോക്കാം. ഈ പച്ചടി എന്ന് പറയുന്നത് ഒരു സദ്യക്ക് നമുക്ക് കഴിക്കാവുന്നൊരു ഒപ്പം മറ്റ് കറികളുടെ കൂടെ മാത്രം കഴിക്കാവുന്നൊരു കറിയാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഉണ്ടാക്കി നമ്മൾ സാധാരണ പച്ചടി കഴിക്കാറില്ല. പക്ഷെ സദ്യക്ക് ഇത് അവിഭാജ്യ ഘടകം തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് രുചി നോക്കാം. പച്ചടി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് മറ്റ് പരിപാടികളുമായി വീണ്ടും കാണാം. ഭക്ഷണം മാത്രമല്ല, കേരളത്തിൻ്റെ മറ്റു കാഴ്ചകളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.